മെഡിക്കൽ കോളേജ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണമാണ് ടി സിദ്ദിഖ് MLA ഉന്നയിച്ചത്. 3 പേരുടെ മരണത്തിന് ഈ സംഭവം ഇടയാക്കി എന്നാണ് MLA ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ ഒരാൾ മരിച്ചത് അദ്ദേഹം അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ്. മേപ്പാടി സ്വദേശികളായിട്ടുള്ള നസീറ എന്ന 44-കാരി. അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ MLA പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മരണത്തിന് ഇടയായത് ഇന്നുണ്ടായ അപകടമാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, എൻ്റെ സിസ്റ്റർ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീപിടുത്തം വന്നതുകൊണ്ട് അതിനുള്ളിൽ ആൾക്കാർ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതാക്കി ഞങ്ങൾ ICUന്ന് ഇവരെ പുറത്തേക്ക് ഞങ്ങൾ കയറിയിട്ടാണ് ഇറക്കുന്നത്. അവിടെ ഒരു എമർജൻസി ഡോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ വെന്റിലേറ്ററിലൂടെ ഉള്ള പേഷ്യൻ്റ് അതിലേക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ ഡോറ് ഞങ്ങളെല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് ഇവരെ പുറത്തേക്ക് ഇറക്കി. ICUലുള്ള പേഷ്യൻറ്റിന് മൊത്തം ആത്മഹത്യക്ക് ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ റിക്കവറി ഉണ്ടായിരുന്നു. ആ വേളയിലാണോ ഈ സംഭവം ഉണ്ടായത്? അതെ, റിക്കവറി ആയി വന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറി ആയി മരുന്നൊക്കെ വാങ്ങിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഭക്ഷണം ജ്യൂസാക്കി കൊടുക്കാൻ പറഞ്ഞ് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് ഭക്ഷണം കഴിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അത്ര ഇത് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. അല്ല അങ്ങനെ വരില്ലായിരുന്നു ഞങ്ങൾക്ക്. അതെ, വെന്റിലേറ്ററിന് പകരം ഒരു സംവിധാനം അവർ ഹോസ്പിറ്റലിൽ ഇവർക്ക് കാണാൻ സാധിച്ചില്ല.